നമ്മുടെ മുമ്പിൽ പഠിക്കും. ഞാൻ ആ മാനെ പിടിക്കാനായിട്ട് പോവുക, ഞാൻ പറഞ്ഞേക്കാം. ഇനി ഞാൻ വരണത് വരെ ഇവിടുന്ന് വനങ്ങരുത് കേട്ടോ. എന്താ ജ്യേഷ്ഠനെ പോയിട്ട് കാണാനില്ലല്ലോ. ഇപ്പൊ ജ്യേഷ്ഠൻ വേണ്ടാച്ച് പോയേക്കണതാ. ആ സമയത്ത് ആ പോയ സമയത്ത് കേട്ടു ഈ കരിച്ചിലും ചില കരിച്ചിലാണെന്ന് മനസ്സിലാക്കി നോക്കിയേക്കാം. വേഗം ആ ശബ്ദം കേട്ട് ഇതിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി ഓരോ നിമിഷം വന്നപ്പോ അവിടെ നാല് കഴിഞ്ഞിരിക്കണ്ട. കുട്ടി കരിച്ചത് എന്താ കാര്യം മനസ്സിലായോ? അതാണ് സംഭവം. ഞാൻ കണ്ടില്ലല്ലേ, ഞാൻ പോയത് ഞാൻ തുടങ്ങുന്നതാണ്. ഇപ്പൊ വന്നില്ലെങ്കിൽ ഒരു ബൈക്ക്
വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ സീതയ്ക്ക് പരിചരണത്തിനായിട്ട് ഈ രാക്ഷസസ്ത്രീകളെ അഞ്ചു അത്രമാത്രം മനസ്സിരുത്തി രാവണൻ. എന്നിട്ട് ഈ രാമൻ എന്താ ചെയ്തത്? ഇതൊന്നും അറിയാതെ കൊണ്ട് അവിടെ ചെന്ന് ആ രാവണനെ ചതിച്ചെടുത്ത് ഗ്രഹിച്ചു. എന്നിട്ട് സീതയെ കൊണ്ട് കേമനായിട്ട് പോകുന്നു. ഒരു വാക്ക് ചോദിക്കേണ്ടായോ ഈ രാമൻ? ചോദിച്ചപ്പോ രാമന് ഈ രാവണന്റെ സീതയെ രാമൻ കൊടുക്കുന്നതിന് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. ആരെങ്കിലും ആ ചോദിച്ചിട്ട് വേണമല്ലോ കൊടുക്കാന്ന് വിചാരിച്ചതാ. ഇപ്പൊ രാമൻ ചോദിക്കണ്ട. എത്ര കുരങ്ങന്മാരുണ്ടായി ആ രാമന്റെ കൂടെ? അതിൽ ഏതെങ്കിലും ഒരു കുരങ്ങനെ വിളിച്ച കണ്ടിട്ട് വല്ലാണ്ട് ഉറക്കം വരുന്നത് തോന്നുന്നുണ്ടല്ലോ. പിന്നെ വെറുതെ ഇരുന്നിട്ടാണ് എനിക്ക് ഉറക്കം വരുന്നത്. ഒരു കാര്യം ചെയ്യും, അവിടെ ആ രാവണന്റെ അടുത്ത് എന്റെ ഭാര്യ സീത അവിടെ ഉണ്ട്. അവിടെ പോയി അവളെ വിട്ടുതരാനായിട്ട് പറയാം അപ്പൊ കൂടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കുരങ്ങനെ പറഞ്ഞു വെച്ചാൽ മതി. അതും ചെയ്തില്ല. അവിടെ ചെന്ന് രാവണനെ ചതിച്ചെടുത്ത് ഗ്രഹിച്ച സീതയെ കൊണ്ടിട്ട് മടങ്ങി പോലെയല്ലേ ചെയ്യുന്നത് ആ രാമൻ എന്ന് പലരും ഇതുപോലെ പല നുണക്കഥകളും അങ്ങനെ പറഞ്ഞു പുറപ്പെടുപ്പിക്കുന്നു വരും. ഇതൊന്നും സത്യമുള്ള കഥകളല്ല. പക്ഷെ ആളുകൾക്ക് പിന്നതേ പറയാവുന്നില്ല, പലതും പറയാതായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഭോഷ്കുകള് നുണക്കഥകള് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് പുറപ്പെടുപ്പിച്ചു വരും. അങ്ങനെ പല കഥകളും പറയുമ്പോ ഇപ്പൊ ഒരു ദൂതനെ പറഞ്ഞയച്ചാൽ അത് തടുക്കാനായിട്ട് ആളുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഒരു കഥയെ പുറപ്പെട്ടാൽ എന്തായി കാണിക്കണത്? തന്നോടാ ചോദിക്കണത്. കുറച്ച് കയറിപ്പോ വല്ലാണ്ട് ആയി തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാണ്ട് എന്തൊക്കെയാ നീ വിളിച്ച് പറയണത്? എന്താ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സാമാന്യം പോലെയല്ലേ പറഞ്ഞത്. സാമാന്യം പോലെ പറയേ. ഞാൻ എന്താ പറഞ്ഞത്? തന്നോടാ ചോദിക്കണത്. ഇത് പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണ്ട ഞാൻ പറഞ്ഞേക്കാം. കുറച്ച് നേരം ആയി തുടങ്ങിയിട്ട്. എന്താ ഞാൻ പറയണ്ടായത്? അവിടെ ആ രാവണന്റെ അടുത്തേക്ക് രാമൻ ദൂതനെ പറഞ്ഞയച്ചില്ലാന്നോ? അത് അങ്ങനെയല്ല ഉണ്ടായത്. രാമൻ ദൂതനെ രാവണന്റെ അടുത്ത് പറഞ്ഞയച്ചിട്ടും സീതയെ കൊടുക്കില്ല എന്ന് തീർത്ത് പറഞ്ഞതിന്റെ ശേഷമാണ് രാമൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്. എന്നിട്ട് താൻ പറഞ്ഞ പോലെ ഒന്നുമല്ല എന്ന് തടുക്കാനായിട്ട് ആളുണ്ടാവും. ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞാൽ തടുക്കുമാണുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് സുഗ്രീവ ഞാൻ പറഞ്ഞത് ഒരു ദൂതനെ എത്രയും വേഗം പറഞ്ഞയക്കണം. പറയണതൊക്കെ കേൾക്കുന്നുണ്ടോ? സുഗ്രീവൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്ടോ പറയുന്നത്. പലയിടത്തേക്കും പലരെയും പറഞ്ഞേക്കേണ്ടവനാ. അതുകൊണ്ടാണ് ഞാൻ സാമാന്യം പോലെ പറയാൻ വെച്ചത്. ഓ സ്വാമിൻ, ഒരു ദൂതനെ പറഞ്ഞേക്കണം, അത്രയല്ലേ വേണ്ടൂ. അതിന് വൈഷമ്യൊന്നുമില്ല. അത് നോക്കുക, എത്ര അനവധി വാനരന്മാരുണ്ട് നോക്കുക. ഒരെണ്ണം നിൽക്കണ കണ്ടില്ലേ? ഒരു പ്രവൃത്തിക്കും കൊള്ളില്ലാത്ത ആളാണ് ഇത് പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. വേറെ ഒന്നിനും കൊള്ളില്ല. അങ്ങനെയുള്ള ആളാണ് ഇത് പിടിച്ച് നിൽക്കണതേ. ഇതിനെ പറഞ്ഞേക്കാം. ഇവിടെ നിന്നിട്ട് എനിക്കിപ്പോ വലിയ ഗുണമൊന്നും ഇതിനെ കൊണ്ട്. ഇതിനെ പറഞ്ഞാൽ പോരെ പറഞ്ഞ ഏതെങ്കിലും ഒരു വാനരനെ ദൂതനായിട്ട് പറഞ്ഞാൽ പോരെ. സുഗ്രീവ അത് പോരാ. അങ്ങനെ ആരെങ്കിലും ഒരാളെ ദൂതനായിട്ട് പറഞ്ഞയച്ചാൽ പോരാ. ഈ ദൂതനായിട്ട് പറഞ്ഞയക്കുമ്പോ കഴിവുള്ളവരെ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ കാര്യം നടക്കില്ല. അനുഭവം ഉള്ളതല്ലേ. 5 വർഷം കൂടുമ്പോൾ നമ്മൾ എത്ര പേരെ രക്ഷിക്കാനായിട്ട് പറഞ്ഞയക്കുന്നത്? നമ്മളെ രക്ഷിക്കാനായിട്ട് 5 വർഷം കൂടുമ്പോൾ പറഞ്ഞയക്കാറുണ്ട്. ആരെങ്കിലും ഒരാളെ കൊണ്ട് ഗുണം ഉണ്ടാവാറുണ്ടോ? ആലോചിച്ചു നോക്കൂ. പലരെ മാറ്റി 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 പറഞ്ഞയക്കാറുണ്ട്. അങ്ങോട്ടൊക്കെ പറഞ്ഞയക്കും. ആരെ പറഞ്ഞയച്ചാലും ഒരു കാര്യം നടക്കുന്നുണ്ടാവില്ല. അവരവരവരുടെ കാര്യം നോക്കും. ഭരണം കിട്ടിയാൽ നമ്മൾ ജനങ്ങൾക്ക് ക്ഷേമങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് കഴിവില്ലാത്തവരെ അനി പറഞ്ഞയക്കുന്നത് രക്ഷിക്കാനായിട്ട്? കഴിവുള്ളവരൊന്നും പറഞ്ഞു നോക്കും. ഇന്നിപ്പോ അങ്ങനെയാണ്. രക്ഷിക്കാനായിട്ട് എന്ത് യോഗ്യതയാ വേണ്ടേ? പലതിനും വിദ്യാഭ്യാസവും ആ യോഗ്യത ഈ യോഗ്യതയൊക്കെ വേണമെന്ന് പറയും. രക്ഷിക്കാനായിട്ട് ഏവന്മാർ രക്ഷിക്കാനിപ്പോ മന്ത്രിമാരൊക്കെയാണ് രക്ഷിക്കാൻ. മന്ത്രിമാരാവാൻ എന്തെങ്കിലും യോഗ്യത വേണമോ? ഒന്നും വേണ്ടാവോ? അങ്ങനെയാണ് ചിലത്. അപ്പോ ഇവിടെ കഴിവുള്ളവരെ പറഞ്ഞയച്ചാൽ രക്ഷ നേരെയാവും, ജനങ്ങൾക്ക് സുഖം ഉണ്ടാവും. ഇതല്ല. അപ്പൊ ഇവിടെ എന്താ വേണ്ടേ? വളരെ യോഗ്യന്മാരായിട്ടുള്ളവരെ പറഞ്ഞയക്കണം എന്ന് മാത്രമല്ല, അതങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാനൊന്നും നോക്കി. ഈ വാനരന്മാരോടാണ് ഈ കേമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് പറയണമെങ്കിൽ വേണ്ടില്ല. പറയണതാരോടാ? കുരങ്ങന്മാരോടാ. ഈ കുരങ്ങന്മാർക്ക് സ്വഭാവം ഉണ്ട്. അവർക്കൊരു ദിക്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളത് വയ്യ. എപ്പോഴും ചാടി തുടങ്ങി തുടങ്ങി തുടങ്ങി. വാനരന്മാരുടെ വിശേഷമാണ് ഇതൊക്കെ. സ്ഥലകാലബോധത്തിലാണ് ശബ്ദം ഉണ്ടാക്കലൊക്കെ വാനരന്മാർക്കാണ് പ്രവൃത്തി. ഇങ്ങനെയായിരിക്കും നേരാവില്ല. സാമാന്യമായി ഇവരൊക്കെ അടക്കി ഒതുക്കി ഇരുത്തിയതിന്റെ ശേഷം ബാക്കിയുള്ളത് പറയാൻ അല്ലെങ്കിൽ പറയലൊന്നും നീങ്ങിയൊന്നുമില്ല. ഈ ദൂതന്മാരെന്ന് പറഞ്ഞാൽ തന്നെ 3 തരക്കാരുണ്ട്. ഉത്തമനായിട്ടുള്ള ദൂതൻ
അധമനായിട്ടുള്ള ദൂതൻ. അതല്ല, മധ്യമനായിട്ടുള്ള ദൂതനാണെങ്കിലോ അവന് ആലോചനയും ബുദ്ധിയൊന്നുമില്ല. അവനോട് പറയണ കാര്യം അത് അവിടെ പോയി ചെയ്യും, അവിടെ പോയി വരും. ഒന്നാ കാര്യം പോയി പറഞ്ഞിട്ട് വരുമോ? പോയി പറയാൻ പറ്റുമോ? പറയാന്ന് പറഞ്ഞാൽ അതോടെ പോയി പറയും, തിരിച്ചു വരും, വേറൊന്നുമില്ല. ഇനി അതല്ല, അധമനായിട്ടുള്ള ദൂതനാണെങ്കിൽ അവനെ കൊണ്ട് ആ കാര്യം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വേറൊരാളെ പറഞ്ഞയച്ചാൽ പോലും നടക്കാത്ത രീതിയിൽ അപകടമാക്കി തീർത്തിട്ടേ അവൻ തിരിച്ചു വരുന്നു. അതാണ് അധമനായിട്ടുള്ള ദൂതൻ. അങ്ങനെയുള്ളവര് 7 തരത്തിലുണ്ട്. ആരൊക്കെയാണ്? പ്രശ്നവാദി, ഗുരു, മൗനി, കിനേക, സ്തംഭമൂലക, പ്രേഷക, പ്രേഷകോ, ബാണ, സപ്തയിതേ സജീവാധമ, സപ്തയിതേ സജീവാധമ. ഇങ്ങനെ അധമൻ, സജീവന്മാരായ അധമന്മാര് 7 തരക്കാരാ. ആരാത്? ആദ്യത്തെ ആൾ പ്രശ്നവാദി. പ്രശ്നവാദി എന്ന് പറഞ്ഞാൽ പ്രശ്നത്തെ വധിക്കുന്നവൻ. അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ, ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങനെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം തടസ്സവും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവൻ ഒരു കാര്യത്തിന് പറഞ്ഞേക്കും. അതുപോലെ തന്നെ ഗുരു. ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ അവൻ ഗുരുക്കന്മാരുടെ സ്വഭാവം, ഉപദേശം. അവന് ഉപദേശം കേട്ട് കേട്ട് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കാനായിട്ട് പറ്റിയ അവനെ, അങ്ങനെയാണ് ഗുരു. അതുപോലെ തന്നെ മൗനി. മൗനി എന്ന് പറഞ്ഞാൽ അവനൊരു അക്ഷരം വായ തുറന്ന് മിണ്ടുക എന്നുള്ളതില്ല. ഒരക്ഷരം മിണ്ടില്ല അവൻ. സഭയിൽ പോയി നോക്കിയാൽ കാണാം മൗനികളായിട്ടുള്ള ആളുകൾ. അവിടെ കയറി പോയാൽ പിന്നെ വായ തുറക്കാത്ത എത്ര പേരുണ്ടെന്നാണ് വെച്ചേക്കുന്നത്. ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടാവില്ല. സഭയിൽ കയറി അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. എല്ലാണ്ട് ഇന്ന കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങണതും കാണാം. അതാണ് സഭയിൽ പോയി കഴിഞ്ഞാൽ അധികം നിർത്തി. അപ്പൊ മൗനികൾ അക്ഷരം മിണ്ടാത്തവര് ഇവിടെ ഉണ്ടാവും. അതിൽ പാകത്തിനുള്ള ആളുകൾ മൗനികളായിട്ടുള്ളവര്. തനിക്ക് ഇന്ന ആളെ പരിചയമുണ്ടോ? തന്നോടാണ് ഇരിക്കണത്. എനിക്ക് ആരെ അറിയുമോ? ഇത് ചെവി
எல்லாருக்கும் உன்னையே பிடிச்சிருக்கு தெரியுமா? உன் ஸ்டைலும் அழகும் இன்னும் உன்னை விட்டு போகல. പിന്നാലെ കടന്നു വരുന്നത് ശക്തി സ്വരൂപിണിയും അഭിഷ്ടാവരദായിനിയുമായ തിരുകുളങ്ങര ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി തെക്ക് കൊച്ചുപുറ 6-ാം കരയും കരനിവാസികളും അണിയിച്ചൊരുക്കിയ നമ്മുടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും തെക്ക് കൊച്ചുമുറയും 6-ാം കരയുടെ നന്ദിയും കടപ്പാടും ഈ വേളയിൽ അറിയിക്കുകയാണ്. ദേവികുളങ്ങര അമ്മേ ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി 6-ാം കര നിവാസികളും സംഘാടകരും അണിയിച്ചൊരുക്കിയ നമ്മുടെ അപ്പൻ ചുംബിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. ഒരറിയിപ്പുണ്ട്. നമ്മുടെ കുതിരയെ പിടിക്കുന്നതിന് വേണ്ടി സംഘാടകർ നിർദ്ദേശിച്ചിട്ടുള്ള കുതിരയെ പിടിക്കുന്ന സമയത്ത് ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് കുതിരയെ കിട്ടുന്നവരുടെ നിർദ്ദേശപ്രകാരം കാഴ്ചകൾ ക്ഷേത്രകുളത്തിന് അതിഥി ദേവിമാരായ ദീപാരാധനയ്ക്ക് മുൻപായി തന്നെ എല്ലാ കരകളുടെയും പകൽ കാഴ്ചകൾ
അതിഥികൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. കരക്കമ്മിറ്റി കൺവീനർമാരുടെ ശ്രദ്ധയ്ക്ക് കാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. ദുർഗാ ഭഗവതിയും പ്രവേശിക്കുന്നതാണ്.
വ്യക്തികളും സംഘടനകളും അമ്മയ്ക്ക് വഴിപാടായി ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അനുസരിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന പകൽ കാഴ്ചകൾ പുതുപ്പള്ളി വടക്കുകരയുടെ തോളവിളക്കും താലപ്പൊലിയും ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. പുതുപ്പള്ളി തെക്കുകരയുടെ പകൽ കാഴ്ചയാണ് ഇപ്പോൾ അമ്മയുടെ തിരുമുമ്പിൽ സന്നിധിയായിരിക്കുന്നത്. തുടർന്ന് സംഘടനകളും വ്യക്തികളും അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിക്കുവാനുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. പുതുപ്പള്ളി തെക്കുകരയുടെ ദർശനം കഴിഞ്ഞ് കരയുടെ പ്രാതിനിധ്യമനുസരിച്ച് തെക്കു നിന്നും വടക്കോട്ട് കടിഞ്ഞാട്ട് ദർശനമായി അണിനിരത്തണമെന്ന് അറിയിക്കുകയാണ്. അതിന് പുറകിലായി വ്യക്തികളും തെക്ക് മാറ്റി തെക്ക് കിഴക്ക് പടിഞ്ഞാറോട്ട് ദർശനമായി തെക്ക് കിഴക്ക് മാറ്റി അണിനിരത്തണമെന്ന് അറിയിക്കുകയാണ്. തുടർന്ന് വ്യക്തികളും സംഘടനകളും അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള പകൽ കാഴ്ചയാണ് അടുത്തതായി കയറേണ്ടത്. രണ്ടാം കര വന്ന് റെഡിയായി നിൽപ്പുണ്ട്. അടുത്തതായി രണ്ടാം കരയുടെ ഊഴമാണ് ഉദ്ദേശിക്കേണ്ടത്. പുതുപ്പള്ളി വടക്കുകരയുടെ കോളവിളക്കും താലപ്പൊലിയുമാണ് അടുത്തതായി ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. തുടർന്ന് വ്യക്തികളും സംഘടനകളും അമ്മയ്ക്കായി വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള പകൽ കാഴ്ചയും ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. രണ്ടാം കരയായ പുതുപ്പള്ളി വടക്കുകരയുടെ തോളവിളക്കും താലപ്പൊലിയുമാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. തുടർന്ന് വ്യക്തികളും സംഘടനകളും
വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള പകൽ കാഴ്ചകൾക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പുതുപ്പള്ളി വടക്കുകരയുടെ വെള്ളവിളക്കും ആനപ്പുരയുമാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലെന്ന് തോന്നുന്നു. എല്ലാവരും സഹകരിച്ച് അന്തരീക്ഷം മോശമാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ കരകളുടെയും പകൽ കാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. കാലാവസ്ഥ മോശമാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ പകൽ കാഴ്ചകളും ക്ഷേത്രാങ്കണത്തിൽ അണിനിരത്തണമെന്ന് അറിയിക്കുകയാണ്. അതിനായി എല്ലാ സംഘാടകരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. രണ്ടാം കരയായ പുതുപ്പള്ളി വടക്കുകരയുടെ കോളവിളക്കും താലപ്പൊലിയുമാണ് ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. തുടർന്ന് വ്യക്തികളും സംഘടനകളും അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള പകൽ കാഴ്ചകൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. മാസ്കോ മഴയൊക്കെ ചോദിക്കാം. എൻ്റെ വലിയ അത് കിട്ടത്തില്ലാണ്. അതിൻ്റെ പേരെഴുതി പുതുപ്പള്ളി വടക്കുകരയുടെ കോളവിളക്കും താലപ്പൊലിയുമാണ് ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. കാലാവസ്ഥ മോശമാകുന്നതിന് മുമ്പ് എല്ലാ കരകളുടെയും പകൽ കാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ആയതിനാൽ എല്ലാ മെമ്പറും രണ്ടാം കരയായ പുതുപ്പള്ളി വടക്കുകരയുടെ കോളവിളക്കും താലപ്പൊലിയും ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സംഘടനകളുടെയും വ്യക്തികളുടെയും അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള രേഖ പ്രവേശിക്കേണ്ടത്. അതിനുശേഷം മൂന്നാം കരയായ ഗോവിന്ദമുട്ടം കരയുടെ പകൽ കാഴ്ച ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. രണ്ടാം കരയുടെ കോളവിളക്ക് ദേവീ ദർശനം നടത്തിയതിനു ശേഷം കിഴക്കോട്ട് മാറ്റി തെക്ക് വടക്ക് രണ്ടാം സ്ഥാനത്ത് അണിനിരത്തണമെന്ന് അറിയിക്കുകയാണ്. രണ്ടാം കരയുടെ കോളവിളക്ക് ദർശനം കഴിഞ്ഞ്
കിഴക്കോട്ട് മാറ്റി. രണ്ടാമതായി അണിനിരത്തുള്ളികൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓളവിളക്ക് ശകലം കൂടെ തെക്കോട്ട് മാറ്റി വെക്കരുതോ? എത്രയും പെട്ടെന്ന് നേർച്ചയായി സമർപ്പിക്കുന്ന പകൽ കാഴ്ച കുളത്തിന്റെ തെക്കുവശത്ത് അണിനിരത്തണമെന്ന് അറിയിക്കുകയാണ്. അടുത്തത് മൂന്നാംകര ഗോവിന്ദവട്ടംകര ക്ഷേത്ര കാമ്പൗണ്ടിലേക്ക് പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. അടുത്തതായി മൂന്നാംകര ഗോവിന്ദവട്ടംകരയുടെ പകൽ കാഴ്ചയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള അംഗനകളും വ്യക്തികളും അമ്മയ്ക്കായി പരിപാടി സമർപ്പിച്ചുള്ള പകൽ കാഴ്ച വളരെ പെട്ടെന്ന് തന്നെ കയറേണ്ടതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ദേവീ ദർശനം നടത്തി മൂന്നാംകരയായ ഗോവിന്ദവട്ടംകരയുടെ പകൽ കാഴ്ച ദേവീ സമക്ഷം സമർപ്പിച്ചതിന് ശേഷം ദേവീ സമക്ഷം എത്തിച്ചതിന് ശേഷം കരപ്രാതിനിധ്യമനുസരിച്ച് കൂട്ടിന്റെ അടുത്ത് എത്തിച്ചേരേണ്ടതാണ്. മൂന്നാം സ്ഥാനത്ത് അടുത്തത് നാലാംകരയിലെ നാലാംകരയുടെ പകൽ കാഴ്ച ക്ഷേത്രാങ്കണത്തിലേക്ക്. അടുത്തതായി നാലാംകര പോളവടക്കിന് വടക്കുവശം ഗോവിന്ദവട്ടംകരയുടെ തേര് പോളവിളക്കിന് വടക്കുവശം അടുത്തതായി വ്യക്തികളും സംഘടനകളും അമ്മയ്ക്കായി സമർപ്പിക്കുന്ന പകൽ കാഴ്ച ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പ്രയാർ വടക്കുകരയുടെ ഗോവിന്ദവട്ടംകരയുടെ വടക്ക് ഭാഗത്തായി അണിനിരത്തണമെന്ന് അറിയിക്കുകയാണ്. അടുത്തതായി അഞ്ചാംകര കൊച്ചുമണി പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. സമർപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്.
അഞ്ചാം കരയായ കൊച്ചുമുറി വടക്കുകരയുടെ പകൽ കാഴ്ചയാണ് അടുത്തതായി ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അടുത്തതായി കൊച്ചുമുറി വടക്കുകരയുടെ പകൽ കാഴ്ചയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചുമുറി വടക്കുകരയുടെ പകൽ കാഴ്ചയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നത്. കൊച്ചുമുറി വടക്കുകര ദേവീ സമക്ഷം പകൽ കാഴ്ച. ശേഷം പ്രാതിനിധ്യമനുസരിച്ച് പ്രയാർ വടക്കുകരയുടെ വടക്ക് ഭാഗത്തായി അണിനിരത്തണമെന്ന് അറിയിക്കുകയാണ്. ദീപാരാധനയ്ക്കുള്ള സമയം അതിക്രമിച്ചതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ദേവികുളങ്ങര ഭഗവതിയുടെ പ്രാതിനിധ്യമനുസരിച്ച് പ്രയാർ വടക്കുകരയുടെ വടക്കു ഭാഗത്തായി പ്രയാർ വടക്കുകരയുടെ പകൽ കാഴ്ച കുറച്ചുകൂടെ തെക്കോട്ട് മാറ്റിയിട്ടേ. പ്രയാർ വടക്കുകരയുടെ പകൽ കാഴ്ച ഗോവിന്ദവട്ടം കരയുടെ വടക്കുവശത്ത് കുറച്ചുകൂടെ DJ വണ്ടി അവിടുന്ന് മാറ്റിയേ. ആ DJ വണ്ടിയോ വടക്കോട്ട് പോട്ടെ, വടക്കോട്ട് പോട്ടെ. കൊച്ചുമുറി തെക്കുകരയുടെ പകൽ കാഴ്ച ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. തെക്കുകരയുടെ പകൽ കാഴ്ചയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ദേവികുളങ്ങര ഭഗവതിയുടെ മേവതി അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പകൽ കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറാം കരയുടെ പകൽ കാഴ്ച ദേവി സമക്ഷം സമർപ്പിച്ചത്. ഗോവിന്ദമട്ടം കഴിയുടെ കൂടെ വന്ന ഒരാളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടുകിട്ടുന്നവർ കമ്പനി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അണിനിരന്തരമെന്ന് അറിയിക്കുകയാണ്. വടക്കോട്ട് മാറ്റി, വടക്കോട്ട് മാറ്റി. വടക്ക് കൊച്ചുമുറിയുടെ വടക്ക് ഭാഗത്തായി പ്രാതിനിധ്യമനുസരിച്ച് കരകളും
എല്ലാ കരയിലെയും ദീപാരാധനയ്ക്ക് ശേഷം അമ്മ ദർശനത്തിനായി എഴുന്നള്ളുന്നതാണ്. അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള പകൽ കാഴ്ച ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായി അണിനിരത്തണമെന്ന് അറിയിക്കുകയാണ്. വ്യക്തികളും സംഘടനകളും അമ്മയ്ക്കായി സമർപ്പിക്കുന്ന പകൽ കാഴ്ച ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായി അണിനിര